നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ ഇന്ന് ബ്രദറെ നീ ഇത്ര ഷോ എന്ന് കാണിച്ച് വന്നിരിക്കേണ്ട ആവശ്യമില്ല, കാരണം നിന്നെ ഇന്ന് വലിച്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇന്ന് സെൽഫ് റോസ്റ്റിംഗ് ആണ് സുഹൃത്തുക്കളെ. നമുക്കൊക്കെ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു, അങ്ങ് ബാക്ക് ഒരു 4-5 കൊല്ലം മുമ്പ് ടിക്ടോക്ക് എന്നൊരു വസന്തകാലം. ഭയങ്കര ഒരു കാലമായിരുന്നു. ആ വസന്തകാലത്തിൽ കാട്ടിക്കൂട്ടാത്ത വെറുപ്പീരുകൾ ആരുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വലുതായിട്ട് അങ്ങനെ ഇല്ലേ, നീ കണ്ണടയെല്ലാം വെച്ചാ ഭയങ്കര ലുക്കാണ്. ഞാൻ അന്നും കൂടെ ഡാൻസ് ആയിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു ഇടയ്ക്കിടക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ എല്ലിന്റെ കീറുമ്പോഴേ നിന്നിട്ട് അപ്പൊ ഓരോന്നൊക്കെ അഭിനയിക്കാനൊക്കെ തോന്നും. പക്ഷെ മൃദുല ഷീസ് എ ടാലന്റഡ് ഗേൾ ഗൈസ്. ഡാൻസിന് ഡാൻസ്, അഭിനയത്തിന് അഭിനയം, എന്തൊക്കെ കലയാണ്. അന്ന് ടിക്ടോക്ക് പ്രാന്തായിരുന്നേ. ഡെയിലി ഒരു 2 വീഡിയോങ്കിലും മസ്റ്റാ. അതും കറക്റ്റില് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. 7 മണിന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ റൂമിൽ കയറി അമ്മയ്ക്ക് അറിയാം കഥവ് അടച്ച് ഫോൺ ഒരിടത്ത് ഇങ്ങനെ ചാരി വെച്ച്, അത് റിയൽമിയുടെ ഫോണാ, ചാരി വെച്ച് കുറെ ഫിൽറ്റർ ഇട്ട് പിന്നെ അങ്ങ് അഭിനയവാ. അഭിനയ ഗൈസ്. അപ്പൊ നിങ്ങൾ എത്ര പേര് ടിക്ടോക്ക് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ഒരു യൂട്യൂബ് ജേണി അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമായിരുന്നു അല്ലേ. ആദ്യം മ്യൂസിക്കലി ആയിരുന്നു, അറിയോ? അന്ന് ഞാൻ ഇല്ലായിരുന്നു കേട്ടോ. അയ്യോ ഇതൊക്കെ പണ്ടേ തുടങ്ങിയ ജന്മങ്ങളാണ് കേട്ടോ, മ്യൂസിക്കലിയിലെ തുടങ്ങിയതാണ് കേട്ടോ. നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് നോക്കാം. ആദ്യം എനിക്ക് എന്തോ ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് പ്ലാൻ ചെയ്തതല്ലേ കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ ടാബിൽ ഇങ്ങനെ പഴയ വീഡിയോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ബ്രസീലിയുടെ 2-3 കണ്ട് ചെയ്യാം. എന്നെ കാണിച്ചിട്ടില്ല, എന്നെ കാണിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ആദ്യത്തെ വീഡിയോയിലോട്ട് പോവേ, ലെറ്റ്സ് ഗോ. അപ്പൊ സംസാരമൊന്നുമില്ല, നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ടൊക്കെ പോവാം. ഓക്കെ ലെറ്റ്സ് ഗോ ഗയ്സ്. പള്ളി ലെൻസ് ഉണ്ടാ കണ്ടില്ല. പൂച്ച എവിടുന്നാ കയറി വന്നത് എന്റെ ഇടയിൽ കൂടെ? അല്ല അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഗയ്സ്. നമുക്ക് അടുത്തയിലോട്ട് പോകണ്ട, വലിയ പ്രശ്നമില്ലായിരുന്നു. മഴ വരുന്നോ? അയ്യോ കണ്ട് ഒരു പൂത്തിരി. അടുത്തത് 2, 3, 4 അടിച്ചു. ആ എഫക്റ്റ് ഉണ്ടോ? അടിച്ചതാ. പണ്ട് എങ്ങനെയായിരുന്നല്ലേ കേട്ടോ. എനിക്ക് തന്നെ റൊമാൻറ്റിക് തോന്നുന്നു മൃദുല നിന്റെ അടുത്ത് കണ്ടിട്ട്. വിജയ് ദേവര കൊണ്ടോട്ടൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. കാണട്ടെ ജെട്ടിയാ ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഇതൊരു ജെട്ടി. ഇതവനല്ല. കണ്ണിങ്ങനെ വേണ്ട മുദ്ര ശ്രദ്ധിക്കട്ടെ നിങ്ങൾ. മുദ്ര പിന്നെ എങ്ങനെ ഇമാരി വെറുപ്പീര് വെച്ച പിന്നെ ആരാണ് ഉണരാത്തത്? അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അത് തല്ലേ കമ്പി ഇട്ടിട്ടുണ്ട്. നിങ്ങളിത് കാണുക. ഏട്ടാ കഷ്ടമുണ്ട് കേട്ടോ. അതൊന്നുകൂടി ഞാനൊരു ഡുവറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് നമ്മള്. അതേപോലെ കോസ്റ്റ്യൂം ഞാൻ തപ്പി പിടിച്ച് പയ്യനെ നോക്കുക സുന്ദരി. എന്തൊരു അവന്റെ ടാലന്റ്, സ്കില്ലുണ്ടോ, സ്പീഡ് അവനെ മാത്രമേ. ഇത് ഓർമ്മയുണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വിളിച്ചു പറഞ്ഞു. അന്ന് മാസ്റ്റർ ആയിരുന്നു വിളിക്കുന്നത്. മാസ്റ്റർ ഞാൻ ടിക്ടോക്കിൽ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് കയറി നോക്കണേ. അത് എളുപ്പമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയ ചലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ കണ്ണെഴുതിയേക്കുന്ന കണ്ടില്ലേ, അതുപോലെ ഒന്ന് എഴുതി ട്രൈ ചെയ്യുക. ഗേൾസിനും ബോയ്സിനും ചെയ്യാൻ പറ്റുന്ന ചലഞ്ചാണ്, സിമ്പിൾ ചലഞ്ചാണ്. ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നില്ലേ? പല്ലേകമ്മയുണ്ട്. എന്റെ സ്കില്ലൊക്കെ ഉണ്ട്, ക്യാമറ സ്കില്ല്. ഫസ്റ്റ് ടിക്ടോക്ക് വീഡിയോ ലാസ്റ്റ് കേട്ടോ. ഇത് ഞാൻ നിർത്തി, ഞാൻ എനിക്ക് മതിയായി. ഇന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഏട്ടനും പറഞ്ഞിട്ടില്ലേ? ഏട്ടനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദുഃഖിക്കുന്ന സമയത്തിന് അഭിനയം കാണാനാണ് എനിക്ക് ഇഷ്ടം. അമ്മച്ചിയുടെ കാണുന്നുണ്ടാ നീ അമ്മച്ചി കാണിച്ചു കൊടുക്കുന്ന നീ വല്ല അറിയുന്നുണ്ട്? പള്ളി ഇതിനൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്.
ക്യൂട്ട്നെസ് മെഡിക്കൽ. എടാ പണ്ട് ഇതൊക്കെയായിരുന്നു ട്രെൻഡ്. ഞാൻ ഉദ്ദേശിച്ചതേ, ഞാൻ പറയുക എനിക്ക് ചോറ് വേണ്ട, എനിക്ക് വേണ്ടാന്ന് ഞാനങ്ങ് പറയുക. പക്ഷെ ഞാൻ എന്നെ വിളിച്ചിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോ ഞാൻ അമ്മയോട് പറയാം എനിക്കിത് വേണമെന്ന്. ചൂടത് എനിക്ക് ഇപ്പൊ കൂടെ വിട്ട് പോകുന്നു. എങ്ങോട്ടേലും രക്ഷപ്പെടാ നോക്ക്. ഇങ്ങനെ നോക്കല്ലേ എനിക്ക് തൂറാൻ വിട്ടത്, കപ്പസിപ്പാൻ വിട്ടത് ഇങ്ങനെ നോക്കുമ്പോ സന്തോഷം. ഓ ലൈക്ക് വിടുമ്പോഴും എടുത്തെടുത്ത് നോക്കും. ഒരു വീഡിയോ ഇട്ടാ അന്നത്തെ ദിവസം ഫുള്ള് ആ പാട്ട് ആ വീഡിയോ എടുത്തു വെച്ച് കണ്ടോണ്ടിരിക്കും. കാര്യം വ്ലോഗ് ചെയ്യുന്നട ഒരാള് വ്ലോഗ് ചെയ്യുന്നു. ഭയങ്കര സംസാരം കേട്ടോ. അത് ക്യാമറ നോക്കണ്ട ഏട്ടാ. ഏട്ടാ ഇച്ചിരി സൈഡിലോട്ട് നാളെ ക്യാമറക്കൊക്കെ ഞങ്ങള് കാര്യം പറയുവാ. നമ്മള് മാച്ചിങ് അല്ലേ പറ ആന്ന് പറ. ആന്ന് പറ. ആന്നോ ഏട്ടാ കാര്യം പറ, എന്റെ മൈക്ക് കേക്കും. ആന്ന് പറ. ആന്നോ ആന്നോ കാര്യം പറയാ. അങ്ങോട്ട് പറ, അങ്ങോട്ട് നോക്കി പറ. ഞങ്ങളെ ആദ്യം ഇട്ടത്, പിന്നെ അച്ഛനിട്ടത്. ഞാൻ അനുഭവിക്കണം അമ്മയുടെ വെറുപ്പിരിട്ട് ഞാൻ അനുഭവിക്കണം. മുഖത്തെ നോക്കുന്നേ. അല്ല നല്ല ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഡാൻസ് ഉണ്ടായിരുന്നു. നല്ലതൊന്നും കാണിച്ചിട്ടില്ലേ? അല്ല നല്ല മൃദുല പണ്ട് ഭയങ്കര. ഇതോടുകൂടി ഞാൻ എയറിൽ കയറുമെന്ന് മനസ്സിലായി. ദൈവമേ, അവൻ വരുമ്പോഴത്തേക്ക് ടിക്ടോക്ക് ഫുള്ള് വേൾഡിന്ന് ബാൻ ആയി പോയിരുന്നെങ്കിൽ. ഞാൻ പണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആദ്യത്തിടല്ലേ. നീ കണ്ണടയിലും വെച്ച ഭയങ്കര ലുക്കാണ്. പിന്നെ കൈ കണ്ട കൈ നീ അടിച്ചില്ലേ? നീ ഇങ്ങനെ ആക്കുന്ന അവിടെ ചുമല കണ്ണാടി, അവന്റെ ഒരു കാട്ടാളം കണക്കത്തെ അവന്റെ മുടിയും. നാളെ മാറില്ലേ? അങ്ങനെ ഒരു തെണ്ടിയുടെ ആവശ്യമില്ല. എന്നെ റോസ്റ്റ് ചെയ്യാൻ എനിക്ക് സ്വന്തമായിട്ട് അറിയാം. അവന്റെ ഒരു പുള്ളി ഷർട്ടും കിട്ടിയ ചുവന്ന കണ്ണടാ. ആ ഷർട്ട് ഞാൻ വാങ്ങിച്ചു തന്നെ. ഷർട്ടിന് കുറ്റം പറയുന്നോ? നെക്സ്റ്റ് വൺ. റൊമാൻറ്റിക് കിങ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എത്ര ദിവസം നോക്കി ഇതാണ് കണ്ടോണ്ടിരിക്കായിരുന്നു. നിന്റെ അച്ഛനെ കണ്ടോടാ. സ്ലോ മോഷൻ കിങ് ആയിരുന്നു മക്കളെ. അമ്മയെ അത്ര വെറുപ്പില്ല കേട്ടോ അച്ഛൻ. സത്യം ഉള്ളാരും ഉള്ളതെന്ന് പറയണല്ലേ. കൂടുതലും ഡാൻസ് നോക്കളെ ഒന്ന് റിപ്ലൈ ചെയ്തു. കണ്ടാ നീ പറ ആരാ വെറുപ്പിര്? യു ലൈക്ക് ഇറ്റ്? ചവിട്ടിക്കൂട്ടി തലയിലിട്ട് തേച്ചളഞ്ഞ ലൈക്ക് ഇറ്റ്? ഇഷ്ടപ്പെട്ടാ? ഇല്ല ഇല്ലെന്ന് പറ. ഇഷ്ടപ്പെട്ടെന്ന് പറ. ഒരു മൂളും മൂളടാ മക്കളെ. അവൻ പറഞ്ഞില്ലാന്ന്. ഒരു മൂളും ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല മക്കളെ. ഇഷ്ടപ്പെട്ടില്ലേടാ? ഇനി നെക്സ്റ്റ് വൺ. യോ സത്യം. ഇത് ഈ മൂഞ്ചി നോക്കിയാണല്ലോ ദൈവമേ ഞാൻ ലവ് പണിയത്. കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും ക്രഷ്. നെക്സ്റ്റ് വൺ. അവള് ഞാൻ മാത്രമേ തോന്നൂ. കണ്ണിൽ അടിച്ചു കേട്ടിരിക്കുക. അച്ഛൻ വെച്ചേക്കുവാ. കളി ഇവിടുന്നു. എന്നാ പിന്നെ സൂര്യൻ രണ്ടാക്കി കയറിയിരിക്കാൻ എന്ത്? സൺ കിസ്ഡ്. ഇത് സൺ കിസ്ഡ് അല്ല, സൺ റേപ്പ്ഡാ. അതിന്റെ കൂടെ വിരഹം ആ പോക്കണ്ട. ആ ഒരു സൈഡിൽ കൂടെ പോയണ്ട. ആറ്റിറ്റ്യൂഡ് ആണെന്ന വിചാരം. കേട്ടാ കഴുത്തി കിടക്കുന്ന മാല ഞാൻ വാങ്ങിച്ചില്ലേ? எங்க இந்த Dress இந்தியன் படத்துல மனிஷா கொய்ரால போட்ட Dress தானேங்க? வெரி நைஸ்ங்க. வெரி கியூட்ங்க. Thank you. வெரி வெரி பியூட்டிஃபுல்ங்க. Thank you. நான் உங்களுக்கு சொன்னேங்க. ഒന്ന് രണ്ടെണ്ണത്തിൽ നിർത്തിയത് കാര്യമായി. ഇനി വേറെ സാധനം കാണിച്ചു കേട്ടോ. ഇത് ഇന്റർനാഷണൽ ആണ്. ഇത് കേരളത്തിലൊന്നും ആരും ചെയ്തിട്ടില്ല. ഇന്റർനാഷണൽ സാധനമാണ്. ഓ കൊള്ളായിരുന്നു ആ മാസ്ക് ഒക്കെ. ഓ എന്റെ അമ്മ.
ഞാൻ താഴെ പോയിട്ട് പേപ്പറിൽ കത്തിച്ചിട്ട് ഊതിയിട്ട് മാസ്ക് ഇട്ടിട്ട് അത് മേളിൽ കയറി വരും ഓടി ആ പോകാൻ വായിൽ കൊണ്ടിട്ട് ശ്വാസം മുട്ടി ഡാൻസ് കളിക്കുന്നു. എന്തെങ്ങനെ ഊതണം ആ പോഷൻ വരുമ്പോ ഇല്ലടാ കൊള്ളാമോ? ഐ ലൈക്ക് ഇറ്റ്, യു ലൈക്ക് ഇറ്റ്. എഡിറ്റിംഗ് കൊള്ളാടോ, എഡിറ്റിംഗ് കണ്ണേ അടിപൊളി. ടൈം നമ്മൾ ഇങ്ങനെ ചെയ്തില്ലേ ഗൈസ്? ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞൊരു ഫൺ വീഡിയോ കേട്ടോ, വേറൊന്നുമല്ല നമ്മളെ പഴയ സംഭവങ്ങൾ. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഓരോരോ ഓർമ്മകളാണ്. അപ്പൊ നമ്മൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചുമ്മാ ഒരു രസത്തിനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയതാണ്. വേറെ വീഡിയോ മൃദുല നല്ല വീഡിയോസ് ഒരുപാടുണ്ട്. ഞാൻ നല്ല വീഡിയോസ് നല്ല വീഡിയോസ് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. എല്ലാം കുറച്ച് ക്ലീഷ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ നല്ല വീഡിയോസ് അവളെ പഴയ ടിക്ടോക്കിൽ കുറേ ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയത് മൃദുല ടിക്ടോക്ക് ഐഡി. അപ്പൊ എന്തായാലും ചെറുക്കം കരഞ്ഞ് ഇതാവുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. തീർന്നു വൈൻഡപ്പ് ചെയ്യണേ. തീർന്നു അതാ അടുത്ത എപ്പിസോഡ് ഇടാം നമുക്ക്, ഈ വെറുപ്പീരി നമ്പർ 2 എന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ എന്തായാലും ഗൈസ് ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നല്ല വീഡിയോസ് കുറെ ഉണ്ട്. ഞാൻ ഉള്ള കുറച്ച് കോമഡി ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഡാൻസ് കളിക്കുന്ന കുറച്ച് നല്ല വീഡിയോസും കൊണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ലോഗ് ഇവിടെ എന്താണ് സുഹൃത്തുക്കളെ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള കാണുന്നവരെ ബൈ.